ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. നമ്മളെ ഗീതാധ്യായനത്തിലെ ആ ഗീതാധ്യാനത്തോടുകൂടി തുടങ്ങുകയാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ പ്രാരംഭം ചെയ്തിരുന്നു. ഇത് രണ്ടാമത്തെ ആഴ്ചയാണ്. പ്രാർത്ഥനയോടെ നമുക്ക് ആരംഭിക്കാം. രാധ. ഓം ഗം ഗണപതേ നമ. അമ്പുറ്റീടിന കുംഭിവക്ത്രനനിശം അൻപിൽ തുണച്ചിടണം. കമ്പം തീർക്കണം അൻപിനോടു കവിതയ്ക്കുമ്പം വരുത്തിയിടണം. വൻപിച്ചീടിന വിഘ്നമൊക്കെ നിയതം ദൂരത്തകറ്റിയിടണം. അൻപോടിന്നു തൊഴുന്നു ഞാൻ തവ പദം ശ്രീമദ് ഗണേശ വിഭോ. ഓം സംസരസ്വത്യേ നമഃ. ശാന്താം ശാരദ നീരദേന്ദു വിമലാം ആലേഖനീ പുസ്തകവ്യാസംഗോദ്യത ബാഹുമൂർജിത വചോ വിജ്ഞാനബോധാത്മികാം ശുഭ്രാകൽപ്പ വിഭൂഷിതാം ത്രിനയനാം ഭാസ്വജ്ജടാശേഖരാം സംബോധായ സരസ്വതീ ഭഗവതീം വന്ദേ മനോജ്ഞാകൃതിം. ഓം ഗുരുഭ്യോ നമഃ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീവല്ലഭേതി വരദേതി ദയാപരേതി ഭക്തപ്രിയേതി ഭവലുണ്ഠന കോവിദേതി നാഥേതി നാഗശയനേതി ജഗന്നിവാസേത്യാലാപനം പ്രതിപദം കുരു മേ മുകുന്ദ. ഓം സഹസ്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീമദ് ഭഗവത്ഗീതാധ്യാനം. ഓം പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാ നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണമുനിനാ മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണീം ഭഗവതീം അഷ്ടാദശാധ്യായിനീം അംബ ത്വാമനുസന്ദധാമി ഭഗവദ്ഗീതേ ഭവദ്വേഷിണീം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാദമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതസ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈः സാംഗപദക്രമോപനിഷദൈः ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിത തദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ ദേവായ തസ്മൈ നമഃ. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമ. ഭഗവത്ഗീതാധ്യാനം. ധ്യാനിക്കുന്നു ഞാനമ്മേ ഭഗവദ്ഗീതേ 18 അധ്യായങ്ങളിൽ വിലസുന്ന ദേവി. ഭഗവാൻ നാരായണൻ സ്വയം അർജുനനായി ഉപദേശിച്ചതാം അമൃതമൊഴിയേ ഭവനാശിനി. അദ്വൈതാമൃതം പൊഴിച്ചു വിരാജിക്കും ഭഗവതി. വേദവ്യാസമുനി മഹാഭാരതമധ്യേ വിരചിച്ചു വിജയിച്ചതാം അക്ഷരദേവതേ ബോധപ്രകാശിനി. യാതൊരു ദേവന്റെ കൃപയാൽ മൂകൻ വാഗ്മിയാകുന്നുവോ, മുടന്തനും വന്മല കയറാൻ പ്രാപ്തനാകുന്നുവോ, പരമാനന്ദത്തിൻ ഉറവയാകുമാ മാധവനെ വന്ദിക്കുന്നു ഞാൻ. ബ്രഹ്മാവും വരുണനും ഇന്ദ്രരുദ്രമരുത്തുക്കളും
ദിവ്യസ്തോത്രങ്ങളാൽ ആരെ സ്തുതിക്കുന്നുവോ? വേദാംഗങ്ങൾ, പദക്രമങ്ങൾ, ഉപനിഷത്തുകൾ എല്ലാം സമ്യക്കായി ചേർത്ത് വേദമന്ത്രങ്ങളാൽ സാമഗായക വൃന്ദമാരെ പ്രകീർത്തിക്കുന്നുവോ? യോഗനിഷ്ഠർ ധ്യാനദൃഷ്ടിയുറപ്പിച്ചാരെ കാണുന്നുവോ? ദേവാസുരഗണങ്ങൾ ആരുടെ മഹിമയറിയുന്നില്ലയോ? ആ ദേവദേവനായിതാ നമസ്കാരം, എൻ വന്ദനം. ദേവദേവനായിതാ നമസ്കാരം, എൻ വന്ദനം. ഓം ശ്രീ പരമാത്മനേ നമഃ. അധ പ്രഥമോऽധ്യായः. അർജുന വിഷാദയോഗः. ധൃതരാഷ്ട്ര ഉവാച ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേതായുയുത്സവः മാമകാः പാണ്ഡവാശ്ചൈവ കിമകുർവത സഞ്ജയ. ഭഗവത്ഗീത അർജുന വിഷാദയോഗം അധ്യായം 1. ധൃതരാഷ്ട്രർ പറഞ്ഞു, ധർമ്മത്തിൻ പുണ്യഭൂമിയാം കുരുവംശത്തിന്റെ മണ്ണാകും കുരുക്ഷേത്രത്തിൽ യുദ്ധോത്സുകരായി ഒരുമിച്ചെത്തിച്ചേർന്നതാം എന്റെ സ്വന്തം മക്കളും പിന്നെയാ പാണ്ഡവരും എന്തു ചെയ്തു സഞ്ജയ? സഞ്ജയ ഉവാച ദൃഷ്ട്വാ തു പാണ്ഡവാനീകം വ്യൂഢം ദുര്യോധനസ്തദാ ആചാര്യമുപസംഗമ്യ രാജാ വചനമബ്രവീത്. സഞ്ജയൻ പറഞ്ഞു, നന്നായി ക്രമത്തിലൊരു വ്യൂഹമായി നിരന്നു നിൽക്കും പാണ്ഡവ സൈന്യത്തെ കണ്ട നേരം രാജാ ദുര്യോധനൻ അസ്വസ്ഥഭാവനായി ദ്രോണാചാര്യനെ സമീപിച്ചിട്ട് പ്രകാരം പറഞ്ഞു, പശ്യൈതാം പാണ്ഡുപുത്രാണാം ആചാര്യമഹതീം ചമൂം വ്യൂഢാം ദ്രുപദപുത്രേണ തവ ശിഷ്യേണ ധീമതാ. കണ്ടാലും ആചാര്യ, പാണ്ഡുവിൻ പുത്രന്മാർ വലിയൊരു സൈന്യത്തിനെ വിന്യസിച്ചതായി തവ ശിഷ്യൻ ബുദ്ധിമാൻ ധീരൻ ദ്രുപദപുത്രൻ ക്രമവ്യൂഹമായൊരുക്കിയ വൻപടയൊന്നിനെ. ഈ 4, 5, 6 ഒന്നിച്ച് ചൊല്ലിക്കോളൂ. അത്ര ശൂരാ മഹേശ്വാസാഃ ഭീമാർജുന സമായുധി യുയുധാനോ വിരാടശ്ച ദ്രുപദശ്ച മഹാരഥഃ ധൃഷ്ടകേതുശ്ചേകിതാനഃ കാശിരാജശ്ച വീര്യവാൻ പുരുജിത് കുന്തിഭോജശ്ച ശൈബ്യശ്ച നരപുംഗവഃ യുധാമന്യുശ്ച വിക്രാന്തഃ ഉത്തമൗജാശ്ച വീര്യവാൻ സൗഭദ്രോ ദ്രൗപദേയാശ്ച സർവ ഏവ മഹാരഥാഃ. പാണ്ഡവ സൈന്യത്തിൽ ഭീമനുണ്ട്, അർജുനനും അവർക്ക് തുല്യരാം വില്ലാളി വീരന്മാരുമുണ്ട് മഹാരഥന്മാർ. യുയുധാനൻ, വിരാടൻ, ദ്രുപദനും അതിലുണ്ട് ദൃഷ്ടകേതു, ചേകിതാനൻ, വീരൻ, കാശിരാജൻ, പുരുജിത്, കുന്തിഭോജൻ, പിന്നെ ശൈബ്യൻ, മാനവശ്രേഷ്ഠരാം ഇവരെല്ലാം മഹാവീരന്മാരുമത്രേ. ധൈര്യശാലി യുധാമന്യു, പരാക്രമനാം ഉത്തമൗജസ്, ശൂരൻ സുഭദ്രാസുതൻ അഭിമന്യു, പിന്നെ ദ്രൗപദീ പുത്രന്മാർ കേട്ടാലും ഇവരെല്ലാം യുദ്ധവീരന്മാർ മഹാരഥന്മാരുമത്രേ. അസ്മാകം തു വിശിഷ്ടായേ താൻ നിബോധ ദ്വിജോത്തമ നായകാ മമ സൈന്യസ്യ സംജ്ഞാർത്ഥം താൻ ബ്രവീമി തേ. ബ്രാഹ്മണ ശ്രേഷ്ഠനാം ആചാര്യ, കേട്ടറിഞ്ഞാലും ഇപ്പോൾ ഞങ്ങൾ തൻ സൈന്യത്തിലുള്ളതാം വിശിഷ്ട യോദ്ധാക്കളെ
ഞാൻ അങ്ങേക്കു പറഞ്ഞു തന്നിടാം നമ്മുടെ യുദ്ധശക്തിയെ. പരിചയപ്പെടുത്താമെൻ പടയിലെ വീരരെ, രണശൂരരെ. ഭവാൻ ഭീഷ്മശ്ച കർണശ്ച കൃപശ്ച സമിതിഞ്ജയഃ അശ്വത്ഥാമാ വികർണശ്ച സൗമദത്തിസ്തഥൈവ ച. ദ്രോണനാമവിടുന്നും ഭീഷ്മനും കർണനും യുദ്ധവിജയിയാം കൃപാചാര്യനും അശ്വത്ഥാമാവും വികർണനും സൗമദത്തീ സുതൻ ഭൂരിശ്രവസ്സും ഇവരെല്ലാം എൻ സൈന്യത്തിലുണ്ടറിഞ്ഞാലും. അന്യേ ച ബഹവഃ ശൂരാ മദർത്ഥേ ത്യക്തജീവിതാഃ നാനാശസ്ത്രപ്രഹരണാഃ സർവേ യുദ്ധവിശാരദാഃ. എനിക്കായി ജീവൻ പോലും ത്യജിക്കാൻ തയ്യാറായി നിൽക്കും വീരന്മാരുണ്ടനേകം. വിവിധങ്ങളാം ആയുധങ്ങൾ നന്നായി പയറ്റാൻ സജ്ജരായുള്ള രണവീരന്മാർ അവരൊക്കെയും. അപര്യാപ്തം തദസ്മാകം ബലം ഭീഷ്മാഭിരക്ഷിതം പര്യാപ്തം ത്വിദമേതേഷാം ബലം ഭീമാഭിരക്ഷിതം. ഭീഷ്മർ സംരക്ഷിക്കും നമ്മൾ തൻ സൈന്യമോ അസംഖ്യം, അളവില്ലാത്തത്ര വിശാലമറിഞ്ഞാലും. എന്നാൽ ആ പാണ്ഡവർ ഭീഷ്മൻ രക്ഷകന എന്നാൽ ആ പാണ്ഡവൻ ഭീമൻ രക്ഷകനായിരിക്കും. അവർ തൻ സൈന്യമോ കേവലമെത്ര പരിമിതം. അയനേഷു ച സർവേഷു യഥാഭാഗമവസ്ഥിതാഃ ഭീഷ്മമേവാഭിരക്ഷന്തു ഭവന്തഃ സർവ ഏവ ഹി. നിങ്ങളെല്ലാവരും ഈ മഹായുദ്ധത്തിൽ തീർച്ചയായും സ്വസ്ഥാനങ്ങളിൽ നിലയുറപ്പിച്ചു നിന്നുചിതമായി സ്വന്തം ചുമതലകൾ നന്നായി ചെയ്തെല്ലായിടത്തും ഭീഷ്മരെ സംരക്ഷിക്ക വേണം ഏതു വിധേനയും. തസ്യ സഞ്ജനയൻ ഹർഷം കുരു വൃദ്ധ പിതാമഹഃ സിംഹനാദം വിനദോച്ചൈഃ സംഘം ദധ്മൗ പ്രതാപവാൻ. ദുര്യോധനനെ സന്തോഷിപ്പിക്കുവാനായും ഉത്സാഹം അവനിൽ വർദ്ധിതമാക്കുവാനും ശംഖം മുഴക്കി സിംഹനാദം പോലുച്ചത്തിൽ വൃദ്ധനാം ഭീഷ്മർ കുരുവംശ പിതാമഹൻ. തതഃ ശംഖാശ്ച ഭേര്യശ്ച പണവാനകഗോമുഖാഃ സഹസൈവാഭ്യഹന്യന്ത സശബ്ദസ്തുമുലോഭവത്. പിന്നെ അവിടെങ്ങും മുഴങ്ങി അത്യുച്ചത്തിൽ ശംഖങ്ങൾ, ഭേരികൾ, തകിലുകൾ, മൃദംഗങ്ങൾ, കൊമ്പുവാദ്യങ്ങൾ, പെരുമ്പറകളെല്ലാം ചേർന്ന് പെട്ടെന്നൊരുമിച്ചാഞ്ഞടിച്ചു രണരവം ഭയങ്കരം. തദശ്വേതൈർഹയൈർയുക്തേ മഹദിസ്യന്തനേ സ്ഥിതൗ മാധവ പാണ്ഡവശ്ചൈവ ദിവ്യൗ ശംഖൗ പ്രദധ്മതുഃ. പിന്നെ തൂവെള്ള കുതിരകൾ പൂട്ടിയൊരുക്കിയ അതിമഹത്താം യുദ്ധരഥത്തിൽ നിന്നുകൊണ്ടേ മാധവനാം കൃഷ്ണനും പാണ്ഡവനാം അർജുനനും ദിവ്യശംഖങ്ങൾ മുഴക്കി മാറ്റൊലിക്കൊള്ളും വിധം. പാഞ്ചജന്യം ഹൃഷീകേശ ദേവദത്തം ധനഞ്ജയഃ പൗണ്ഡ്രം ദധ്മൗ മഹാശംഖം ഭീമാകർമാ വൃഗോദരഃ. അനന്തവിജയം രാജാ കുന്ദീപുത്രോ യുധിഷ്ഠിരഃ നകുലഃ സഹദേവശ്ച സുഘോഷമണിപുഷ്പകൗ. പഞ്ചേന്ദ്രിയനാഥനാം കൃഷ്ണൻ പാഞ്ചജന്യവും ധനഞ്ജയൻ അർജുനൻ ദേവദത്തവും മുഴക്കി. മൃഗോദരൻ മഹാവീരൻ ഭയങ്കരൻ ഭീമൻ നന്നായി മുഴക്കി മഹാശംഖമാം പൗണ്ഡ്രവും. കുന്ദീസുതൻ രാജാ യുധിഷ്ഠിരൻ മുഴക്കി അതിദിവ്യമാം ശംഖം അനന്തവിജയം. നകുലൻ മുഴക്കി സുഘോഷം, പിന്നെ സഹദേവൻ മണിപുഷ്പക ശംഖവും തഥാ.
काश्यश्च परमेश्वास शिखण्डी च महारथः धृष्टद्युम्नो विराडश्च सात्यकिश्चापराजितः द्रुपदो द्रौपदेयाश्च सर्वशः पृथिवीपते सौभद्रश्च महाबाहुः ശംഖാൻ ദധ്മുഃ പൃഥക് പൃഥക്. അപ്പോൾ പാണ്ഡവരിലെ ശ്രേഷ്ഠ ധനുർധരൻ കാശിരാജനും മഹാരഥന്മാർ ദൃഷ്ടദ്യുമ്നനും വിരാടനും പിന്നെ അജയ്യനാം സാത്യകിയും അവരുടെ ദിവ്യമാം ശംഖുകൾ ഉച്ചത്തിൽ മുഴക്കി. എല്ലാ ദിശകളിൽ നിന്നും രാജൻ വെവ്വേറെ മുഴക്കി ശംഖങ്ങൾ. ദ്രുപദനും ദ്രൗപദീ സുതന്മാരും മഹാബാഹു അഭിമന്യുവും. സഘോഷോധാർത്തരാഷ്ട്രാണാം ഹൃദയാനി വ്യദാരയത് നഭശ്ച പൃഥിവീം ചൈവ തുമുലോ വെനുനാദയൻ. ധാർത്തരാഷ്ട്രന്മാരെ വിറപ്പിച്ചും ആകാശവും ഭൂമിയും നിറച്ചും പാണ്ഡവർ മുഴക്കും ശംഖനാദം മഹാഘോഷമായി ഭയങ്കരം. അഥ വ്യവസ്ഥിതാൻ ദൃഷ്ട്വാ ധാർത്തരാഷ്ട്രാൻ കപിധ്വജഃ പ്രവൃത്തെ ശസ്ത്രസംവാദേ ധനുരുദ്യമ്യ പാണ്ഡവഃ. ഹൃഷീകേശം തദാ വാക്യം ഇദമാഹ മഹീപതേ. യുദ്ധാരംഭ സമയേ രണോത്സുകരായി നിൽക്കും കൗരവന്മാരെ കണ്ടപ്പോൾ ഹനുമാൻ കൊടിയടയാളമായുള്ളവൻ അർജുനൻ തൻ വില്ലുയർത്തിപ്പിടിച്ചു. എന്നിട്ടു പാർത്ഥൻ ചൊന്നു രാജാവേ ഋഷികേശൻ ശ്രീകൃഷ്ണനോടിപ്രകാരം. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. അടുത്ത ദിവസം നമുക്ക് അർജുന ഉവാച മുതൽ തുടങ്ങാം. ഹരി ഓം.